ഏതായാലും നമ്മളെ നൗഷാദിൻ്റെ ഒരു അവസ്ഥയിലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. ഇന്നലെ സമസ്തൻ്റെ നേതൃത്വത്തിൽ ഒരു സംവാദം ഇങ്ങനെ നടന്നപ്പോൾ സത്യത്തിൽ ആ സംവാദം ഇങ്ങനെ കാണുമ്പോൾ സങ്കടം വരും ചില സമയങ്ങളിൽ. കാരണം ഈ ചങ്ങായിനെ നിരീക്ഷിക്കുമ്പോൾ, നൗഷാദിനെ നിരീക്ഷിക്കുമ്പോൾ, കാരണം അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊക്കെ ചെന്ന് ഏത് യവനെയും കൈകാര്യം ചെയ്യാൻ വെച്ചിരുന്നൊരു ചങ്ങായിയാണല്ലോ അവനെന്ന് നിരീക്ഷിക്കുമ്പോൾ. പക്ഷേ അങ്ങനെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണല്ലോ ഇക്കാര്യത്തിൽ പേച്ചു പോയത് നിരീക്ഷിക്കുമ്പോൾ ഒരു സങ്കടം. ഇപ്പോൾ കയറി കൂടിയിരിക്കുന്നത് എവിടെ അറിയോ? കേരള യാത്രയിൽ പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്നതിൽ ഇന്നലത്തെ അവൻ്റെ പ്രസംഗത്തിൽ അതാ കേരള യാത്രയിൽ എന്താ ഇപ്പോൾ പേരോട് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരെവിടെ എന്താണ് പറയുന്നത് നോക്കിക്കൊണ്ട് എടുക്കണ പണിയാണല്ലോ ഈ ചെങ്ങായിൻ്റെ ഒരു അധോഗതി നോക്കുകയാണ് നിങ്ങൾ. ഒരു 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 അവസ്ഥ നോക്കി നിങ്ങൾ, വല്ലാത്തൊരവസ്ഥ. കേരള യാത്രയിൽ എന്താ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പേരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഒരു മനുഷ്യനെ അധപ്പതിക്കുക എന്നൊന്നും പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല. എന്താ ഇപ്പം പേരോട് കഴിഞ്ഞ പ്രാവശ്യം കേരള യാത്രയിൽ പറഞ്ഞത്? അതാ ചോദിക്കുന്നത്. പറയട്ടോ, ബാക്കി പറയട്ടെ. വഹാബികളോട് കൂട്ടുകൂടാനോ അവരെ സുഹൃത്താക്കാനോ പാടില്ല. അതാണ് സുന്നത്തമായത്തിൻ്റെ ആശയം. വഹാബികളോട് കൂട്ടുകൂടാനോ അവരെ സുഹൃത്താക്കാനോ പാടില്ല. ശരി തന്നെയല്ലേ? ഇതിലെന്താ തർക്കം? ആരോടാണ് ആ അമ്പ് പോയി കൊള്ളുന്നത്? ആരോടാണ് ആ അമ്പ് പോയി കൊള്ളണത്? അത് ഇവന് ശരിക്കും മനസ്സിലായിക്കണം കേട്ടോ. ഇഞ്ച പറയേ, ഇവനോട് ചോദിച്ചിട്ടല്ലേ ഇപ്പം അതൊക്കെ നമ്മൾ പറയല്. ജിഫ്രി തങ്ങൾ പാപ്പയുടെ യാത്രയിൽ പറഞ്ഞ സംഗതി അതിനോടല്ലേ പേരോട് ഇന്നലെയും ഖണ്ഡിക്കുന്നത്? ഇവന് വലിയ കറാമത്താട്ടോ. ജിഫ്രി തങ്ങളുടെ യാത്രയിൽ പറഞ്ഞ വിഷയമാണ് പേരോട് ഗണ്ണിക്കണത്. ബാക്കി പറയട്ടെ. മാത്രമല്ല അതിൽ അയാൾ പറയുന്നുണ്ട് 89 ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഈ വിഷയത്തിലാണ്. ആയിക്കോട്ടെ, ഇതും നമുക്കൊന്ന് കേട്ടു നോക്കാം. പേരോട് ഉസ്താദ് ഇവിടെ പറയണത് നോക്കാം നമുക്ക്. ഈ വിഷയത്തിലാണ് 89 ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത്. അത് പിന്നെ ഞങ്ങൾ അതിൽ ഉറച്ചു നിന്നു എന്നാ പറയുന്നത്. ഇതങ്ങനെയാണ് മറന്നു പോകുന്ന സംഭവം എന്നല്ല. ഇന്ന് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ പ്രസംഗം, ഇന്നലെ പേരോടിൻ്റെ പ്രസംഗം, ഇതിലൊക്കെ നിങ്ങളെ കുത്തുകയാണ്. ഇപ്പം എവിടെയും നിക്കക്കള്ളില്ല എന്ന് കണ്ടപ്പോൾ ഇതിൽ കയറിയാണ്ട് തമ്മിൽ ഒന്ന് കുത്താൻ വേണ്ടിയിട്ട് ഇപ്പം നോക്കുക കേട്ടോ. ഇപ്പം തമ്മിലൊന്ന് കുത്താൻ വേണ്ടി നോക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുഴഞ്ഞ് കിടക്കുകയാണ്, എപിക്കാർ മലർന്ന് കിടക്കുകയാണെന്ന് ഇപ്പം പറയുന്നത്. മറ്റോ കവുന്ന് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്, ഇപ്പം മലർന്ന് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. എവിടെ അങ്ങോട്ട് നോക്കിയാലും എപിക്കാരല്ലാതെ ഇല്ലേനും. അതല്ലേ രസം. റൂട്ട് മക്കൾ ഇറങ്ങിയ കേരള യാത്രയുടെ വണ്ടികളും മറ്റുള്ളതും, യൂട്യൂബ് കയറി അവിടെ പിന്നെ കേരള യാത്ര, വാട്സപ്പ് കയറി അവിടെ കേരള യാത്ര, ഫേസ്ബുക്ക് കയറി അവിടെയും കേരള യാത്ര. മൊത്തത്തിൽ കാന്തപുരത്തിൻ്റെ അനുയായികളെയാണ് കാണുന്നത്. ഇപ്പോൾ പിന്നെ നിക്കക്കള്ളിയിലായിട്ട് ആകെ ഇടങ്ങേറയിക്കുകയാണ്. ഇപ്പം എന്നിട്ട് ഇപ്പോൾ കേരള യാത്രയിൽ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടെടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കും, നല്ലോണം ശ്രദ്ധിക്കും. ഇപ്പം എന്താ സുലൈമാൻ മാളിയേക്കൽ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചത്. ആയിക്കോട്ടെ, പറയാം, അടുത്ത് പറയാം. ഇന്നും ഇ കെ ഉസ്താദിനെ കുത്തുകയാണ്. പൊറുക്കും മറക്കും ചെയ്യലേ. തിരുപ്പിന് നിന്നാലേ കുത്തിത്തിരിപ്പിന് പറഞ്ഞാൽ ഇവനെ കണിച്ചക്കാൻ വേറൊരാളുണ്ടാവില്ല കേട്ടോ. നൗഷാദിൻ്റെ മേലെ നിൽക്കാൻ തുന്നിയാലും ഉണ്ടാവില്ല. അത്ര അഖില കണ്ണിന ഇന്നും ഇ കെ ഉസ്താദിനെ കുത്തുകയാണ്. കേൾപ്പിച്ചു കൊടുക്ക് പേരോടിൻ്റെ വേള്. ആയിക്കോട്ടെ, പേരോട് ഉസ്താദ് വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. കേൾപ്പിച്ചു കൊടുക്ക് പേരോടിൻ്റെ പ്രസംഗം. 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവി. ആ 20 തറാവിയിൽ 12 എണ്ണം വെട്ടി അങ്ങ് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. തറാവീഹ് 20 റക്അത്ത് ഉള്ള ഈ തറാവീഹിനെ 8 റക്അത്താക്കി ചുരുക്കിയ 8 റക്അത്താക്കി അങ്ങോട്ട് വെട്ടിച്ചുരുക്കിയ ഈ വഹാബികളെ നമുക്ക് സുഹൃത്തുക്കളാക്കാൻ പറ്റുമോ? അതിൻ്റെ ചോദ്യചിഹ്നമാണ്. പറ്റുമോ? അതിൻ്റെ അർത്ഥം എന്താ? പറ്റൂല തന്നെ. ഉറപ്പല്ലേ? യാതൊരു സംശയമല്ലോ പറ്റൂലല്ലോ. കാരണം എന്തുകൊണ്ട്?
നമ്മളെ ആശയത്തിനെ ഇക്കോലത്തിൽ കഷ്ണം വെട്ടുന്ന ഇവരെ നമുക്ക് എങ്ങനെ സുഹൃത്തുക്കളാക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരിഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാഹ് ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അല്ലാഹുവേ നീ വലിയ എന്താണ് ആ പറഞ്ഞ അയാള്? ബിദ്അത്തുകാരുമായി ബന്ധം പാടില്ല എന്ന നയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് താജുൽ ഉലമയും നൂറുൽ ഉലമയും ഒക്കെ അന്ന് നിലനിന്നത്, ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ നിൽക്കുന്നു എന്നാ പേരോട് പറയുന്നത്. ഉറപ്പല്ല ചങ്ങായി, അങ്ങനെ തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞത്. എല്ലാവർക്കും നെസ്സായ വിഷയമല്ലേ പേരോട് ഉസ്താദ് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലേ? അതിലെന്താ തർക്കം? സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു അണുമണി തൂക്കം അങ്ങോട്ട് വിട്ടുകൊടുക്കൂല എന്ന് ഉറപ്പായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ പിന്നെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ കൈ പിടിച്ച കഴുകണം എന്ന് പറഞ്ഞത്. കൈമ തൊട്ട കഴുകണം എന്ന് വരെ പറഞ്ഞതല്ലേ? പേരോട് പറഞ്ഞത് പൊട്ടത്തരം. ആ പേരോട് പറഞ്ഞത് പൊട്ടത്തരം. ബുഹ്താനി പറയണതോ അത് സത്യം. മോയന്ത് കാര്യം മോയന്ത് എന്നല്ലാതെ തന്നെ എന്താ പറയാ? ഒരു വലിയൊരു സ്റ്റേജിൻ്റെ പേരിലും പറഞ്ഞുകാണ്ട് ഉണ്ടാക്കിയാണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പച്ചർച്ചി ആലിമീങ്ങൾ തിത്തുന്ന അതിനൊക്കെ ഉള്ളിക്ക് തൂറാൻ പോയിക്കൂടെ മോയന്ത്? അയാൾ ഫുള്ള് വഹാബിന്റെ കൂടെ, അയാളെ സ്ഥാപനത്തിൽ വഹാബി ക്ലാസ് എടുക്കുന്നു. ഓ പേരോട് ഫുള്ള് വഹാബിന്റെ കൂടെയാണ്. അയാളെ സ്ഥാപനത്തിൽ വഹാബി ക്ലാസ് എടുക്കുന്നുണ്ട്, എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നോ ഒരു സമയത്ത് അവിടെ ഒരു വഹാബി ചങ്ങായി വന്നിരുന്നു അത്രേ. അതാണ് ഇപ്പോൾ ഈ പറയുന്നത്. ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ചെയ്യുക? അയാളുടെ പോട്ടെ, അയാൾ തന്നെ വലിയ വഹാബിയായി, മൂത്ത വഹാബിയായി മാറി. ഇബ്നു തൈമിയ്യന്റെ മദ്ഹബ് പറഞ്ഞു നടക്കുകയാണ്. അത് മാത്രമൊന്നുമല്ല, അയാൾ പേരോട് മൂത്ത വഹാബി അയക്കുകയാണ്. അയാളുടെ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വേറുള്ളവർ വരുന്നത് മാത്രമൊന്നുമല്ല, അയാൾ തന്നെയാണ് വഹാബി അയക്കുകയാണ്. അയാൾ ഇബ്നു തൈമിയ്യന്റെ മദ്ഹബും പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് നടക്കുകയാണ് ഇപ്പോൾ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. ഇതൊന്നുമല്ല ഓൻ പറയുന്നത് കേട്ടോ. വേറെ വിഷയമാണ് പറയുന്നത്. കാരണം എന്താ, അയിമ ക്ലച്ച് പിടിച്ചില്ല. ആ വിഷയമായിട്ട് കുറേ നടന്നു നോക്കി, പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല. ഇനി ഇപ്പം കിട്ടിയ വിഷയത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് നോക്കുകയാണ്. അത് പറയുന്നാൽ അയാളുടെ ആരോപണം നോക്കി ഇപ്പോഴും ആർക്കെതിരെയാ? ശംസുൽ ഉലമക്കെതിരെ. എന്താ ഇവൻ്റെ കോട്ടിമാറ്റലിലെ? ഇപ്പോഴും പേരോട് ശംസുൽ ഉലമക്കെതിരെയാണ് ആരോപിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ധാരണയിൽ ശംസുൽ ഉലമ വഹാബിയാണെന്നാണോ? ശംസുൽ ഉലമ വഹാബിയാണെന്നാണോ ഇവൻ്റെ ധാരണയിൽ? ചങ്ങായി, ശംസുൽ ഉലമ ഒരു അഖിലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളാണ്, സുന്നി ആശയക്കാരനാണ് ശംസുൽ ഉലമ. മനസ്സിലായി എനിക്ക്? പേരോട് ഉസ്താദ് പറയുന്നത് വഹാബികൾക്കെതിരാണ്. ഇയാൾ പറയാം മറക്കാനും പൊറുക്കാനും കഴിയും. ഇനി അതിലേറെ രസകരമായൊരു സംഭവം കൂടിയുണ്ട്. അതിന് പറഞ്ഞാൽ അതിനേക്കാളും രസമുള്ളതെന്ന് പറയാം. അത് കേട്ടോ നമുക്ക്. എന്താണെന്നറിയോ? പേരോട് അതുപോലെയുള്ള AP സമസ്ത അവർ ഇതിനാണ് പിരിഞ്ഞു പോകുന്നതെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഫുള്ള് വഹാബിൻ്റെ കൂടെയാണ്. ഇതിപ്പോൾ ആരോടോ പറയണം? പൊട്ടന്മാരോടോ? കണ്ണടച്ച് കാണ്ട് ഇരുട്ടാക്കണ മാതിരിയാണല്ലോ. ഓര് പിരിഞ്ഞു പോകുന്നത് ഇതിൻ്റെ പേരിലാണെങ്കിൽ ഒരു ഫുള്ള് വഹാബിൻ്റെ കൂടെയാണ്. എന്താണ് ഉഷാദേ ജി പറയണടാ? ഇതൊന്ന് ചിന്തിച്ചോ. ഇന്റർനാഷണൽ ദാഴിയൊക്കെ തബ്ലീഗാരെ കൂടെ തന്നെയാണ്, ഉറങ്ങലടക്കം. നൗഷാദേ ഉറങ്ങലടാ. ഇജ് ഉറക്കം സ്ഥലം മാറിയത് കൊണ്ടാണ് എന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഇതിലായിരുന്ന സമയത്ത് തന്നെ പുറത്താക്കിയത് ഒരു തുടിയുന്നു. ഓർമ്മ ഉണ്ട് എനിക്ക്? എൻ്റെ ഉറക്കത്തിൻ്റെ സ്ഥലം മാറ്റി പിടിച്ചപ്പോഴേ അത് പുറത്തറിഞ്ഞപ്പോഴാണ് എന്നെ പുറത്താക്കിയത്. ഓർക്കണ്ടോ? ഇത് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറഞ്ഞപ്പോൾ പേരോട് കോഴിക്കോട് വന്നുകൊണ്ട് പ്രസംഗിച്ചു. വഹാബിൻ്റെ കൂടെ ബന്ധം പാടില്ല, അതാണ് ഞങ്ങളുടെ സംഘടനയുടെ നയം. ഇനി ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ
വല്ല സ്ഥലത്തും വഹാബി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇസ്തിസ്നയുണ്ട്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ. അത് ജനാണ് ഓതുന്നുണ്ട്, പിന്നെ അനക്കെന്നെ അത് കിട്ടുന്നുണ്ട്, അറിയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നത് പറഞ്ഞില്ലേ പേരോട്? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ. സൽമാൻ അസേരി ഇത് പറയുന്നുണ്ട്, അതിനാ ഞാൻ അത് കേൾപ്പിക്കുന്നത്. വെച്ചു സൽമാൻ അസേരി റൂമ് കുത്തിരുന്നുകാണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്യാണ്, സ്റ്റേജ് കെട്ടിയിട്ട് മറുപടി പറയാം. സൽമാൻ അസേരി നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാണ്, സ്റ്റേജും കെട്ടിക്കൊണ്ട് എടുക്കുകയാണ് ഇപ്പോൾ. ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ, നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ. നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ, നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹു വെച്ചത് മൻ ഖതമ ഇൽമൻ ഫഅൽജമഹു അല്ലാഹു ബിലുജാമി മിനൻ നാർ, നരകത്തിൽ ചങ്ങലയാണ്, തീയിനാലുള്ള ചങ്ങല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട്, പേരോട് സഖാഫി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി പറയട്ടെ, എവിടെയെങ്കിലും ഞങ്ങള് ഒരു മുജാഹിദ് മൂലയിലുണ്ട് എന്ന് വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അത് നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ, അപ്പൊ നിങ്ങൾ അവരോട് പറയണം അവരൊക്കെ ഫിഖഹിന്റെ കിതാബൊക്കെ ഓതിയിട്ടുണ്ട്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ എന്നവിടെ ഒരു ഇസ്തിസ്ന കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരോട് ചോദിച്ചാൽ മതി. ഒരു ഇസ്തിസ്ന കണ്ടിട്ടുണ്ട്. ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ചില ദീനിന്റെ, അതായത് വഹാബിന്റെ കൂടെ ഇരിക്കരുത്, ഇതാണ് ഞങ്ങളെ നയം. സ്വർഗത്തിൽ കിടക്കണേ, ഞങ്ങളെ കൂടെ പോരി, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാനാണ്, അയാളെ കാര്യം ഓക്കെയാണ്. നൗഷാദ് പേരോട് ഉസ്താദ് എന്താണ് നിങ്ങൾക്ക് സ്വർഗക്ക് കടക്കാനാണെന്ന് പറയണത്? എന്തിനാ ആൾക്കാരെ ഈമാൻ പേച്ചു പോണ്ട? എനിക്കത് അറിയിട്ടല്ലല്ലേ നൗഷാദേ? എന്താടാ ചിങ്ങനെ ആകണത്? എന്തേക്കും ചിങ്ങനെ? പിന്നെ ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിനോ ദുനിയവീയത്തിൻ എന്നുള്ള ഇജന്നെ മുന്നേ ഓതിക്കണ് അല്ലേ? ഇജന്നെ പറഞ്ഞു അത് നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത്. എവിടുന്നാ ചക്ക പേരില്ലേ ചങ്ങായി?